വെൽക്കം എവരിവൺ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് UGC നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഗെയിം തിയറി പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏരിയാസ് എന്ന് പറയുന്നത് ഡോമിനൻസ് സ്ട്രാറ്റജി, നാഷ് ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ പേ ഓഫ് മെട്രിക്സ് ഒക്കെയാണ്. എക്സാം പ്രിപ്പറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഗെയിം തിയറി. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 2021 ജൂൺ 2022 മെർജ്ഡ് സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്ട്രാറ്റജി ഓഫ് ചൂസിങ് ദി പോളിസി വിച്ച് ഹാസ് ദി ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം ഈസ് നോൺ ആസ്. എന്താണ് ഏറ്റവും നല്ല ഔട്ട്കം കിട്ടുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പോളിസി ഏതാണ്? ആ ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്ന പോളിസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻസിലുള്ളത്? ഡോമിനൻസ് സ്ട്രാറ്റജി, മാക്സിമാക്സ് സ്ട്രാറ്റജി, മിനിമാക്സ് സ്ട്രാറ്റജി ആൻഡ് മാക്സിമിൻ സ്ട്രാറ്റജി. സോ എന്താണ് ഈ ഓരോ സ്ട്രാറ്റജീസും നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്താണ് ഡോമിനൻസ് സ്ട്രാറ്റജി? എ സ്ട്രാറ്റജി ദാറ്റ് ഗീവ്സ് ദ ബെസ്റ്റ് ഔട്ട്കം ഫോർ എ പ്ലെയർ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ദി ഓപ്പോണന്റ് ചോസസ്. ഇറ്റ് ഡോമിനേറ്റ്സ് ഓൾ അതർ സ്ട്രാറ്റജീസ് അൺകണ്ടീഷണലി. എന്താണ് ഡോമിനൻസ് സ്ട്രാറ്റജി? മറ്റുള്ള ആള് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്തോട്ടെ, എനിക്ക് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി, എനിക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്കം കിട്ടുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതാണ്. മറ്റേ ആള് ഏത് സ്ട്രാറ്റജി ചൂസ് ചെയ്താലും എനിക്ക് ബെസ്റ്റ് ഔട്ട്കം ഈ സ്ട്രാറ്റജി ചൂസ് ചെയ്താൽ കിട്ടും. അതിനൊരു മാറ്റവും ഇല്ല. എപ്പോഴും എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ബെസ്റ്റ് ഔട്ട്കം കിട്ടുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു സ്ട്രാറ്റജിനെയാണ് നമ്മൾ ഡോമിനൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. And എന്താണ് മാക്സിമാക്സ് സ്ട്രാറ്റജി? The most optimistic decision role. The player scans all options and picks the one with the maximum of all maximum payoffs used by risk takers expecting the best case scenario. എന്താണ് മാക്സിമാക്സ് സ്ട്രാറ്റജി? അതായത് ഏറ്റവും കൂടുതൽ പേ ഓഫ് കിട്ടുന്ന സ്ട്രാറ്റജി ഏതാണോ അത് ചൂസ് ചെയ്യുന്നതാണ് മാക്സിമാക്സ് സ്ട്രാറ്റജി. ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴാണോ മാക്സിമം പേ ഓഫ് കിട്ടുന്നത്. സോ ഇവിടെ എന്താണ് ഏറ്റവും ബെസ്റ്റ് കേസ് സെനോറിയോ ആയിരിക്കും എക്സ്പെക്ട് ചെയ്ത് എന്താണ് കൂടുതലും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് മാക്സിമാക്സ്. എന്താണ് ഇവിടെ ബെസ്റ്റ് ഔട്ട്കം വരുന്ന സ്ട്രാറ്റജി ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് മാക്സിമാക്സ് സ്ട്രാറ്റജി. ആൻഡ് എന്താണ് മിനിമാക്സ് സ്ട്രാറ്റജി? മിനിമാക്സ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോസ് മിനിമൈസിങ് സ്ട്രാറ്റജിയാണ്. എന്താണ് ഒരാൾക്ക് ഉണ്ടാവാവുന്ന മാക്സിമം ലോസിൽ മിനിമം, അതായത് ഉണ്ടാവുന്ന ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇത് ആരായിരിക്കും ചൂസ് ചെയ്യുന്നത്? ലോസ്, അതായത് ഒരു സീറോ സം ഗെയിമിലാണെങ്കിൽ ലോസ് ഉണ്ടാവുന്ന ആൾ ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്ത്? മിനിമാക്സ് സ്ട്രാറ്റജി. എന്താണ് കൂടുതൽ ലോസ് ഉണ്ടാവാതെ കുറഞ്ഞ ലോസ് ഉണ്ടാവാനുള്ള, അതായത് ലോസ് ആണ് എന്തായാലും ഉണ്ടാവുന്നത്, ആ ലോസിനെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നതാണ് മിനിമാക്സ് സ്ട്രാറ്റജി. ആൻഡ് എന്താണ് മാക്സിമിൻ സ്ട്രാറ്റജി? മാക്സിമിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ പ്ലെയർ മാക്സിമൈസസ് ദെയർ മിനിമം ഗ്യാരണ്ടീഡ് ഗെയിൻ. ഓരോ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴും അവർക്കുണ്ടാവുന്ന മിനിമം ഗെയിൻ എത്രയാണെന്ന് നോക്കുക, അതിൽ മാക്സിമം. എന്താണ് ഇത് കൂടുതലും കുറച്ചുകൂടെ റിസ്ക് എടുക്കാനായിട്ട് പേടിയുള്ള ആളുകൾ, കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം അവർക്ക് ഇത്ര ഗെയിൻ ഉണ്ടാവും, ആൻഡ് അടുത്തത് ചൂസ് ചെയ്ത് മിനിമം ഇത്ര ഗെയിൻ ഉണ്ടാവും. ആ മിനിമത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് സ്ട്രാറ്റജി ചൂസ് ചെയ്യാന്നുള്ളതാണ് മാക്സിമിൻ സ്ട്രാറ്റജി. ആൻഡ് എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള കീ ഡിസ്റ്റിങ്ഷൻ എന്താന്ന് നോക്കാം. മാക്സിമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ്. എന്താണ് ഏറ്റവും ഹയസ്റ്റ് പേ ഓഫ് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഔട്ട്കം കിട്ടുന്ന സ്ട്രാറ്റജിയാണ് മാക്സിമാക്സ് സ്ട്രാറ്റജി. ആൻഡ് മാക്സിമിൻ ആണെങ്കിലോ ബെസ്റ്റ് ഓഫ് ദി വേസ്റ്റ്. എന്താണ് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള ആളുകൾ ചൂസ് ചെയ്യുന്നത്. എന്താണ് അതായത് മിനിമം പേ ഓഫിൽ നിന്ന് ഉള്ള ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴാണോ മിനിമം പേ ഓഫിന് മാക്സിമം കിട്ടുന്നത് എന്നുള്ളത് ബെസ്റ്റ് ഓഫ് ദി വേസ്റ്റ് ആണ്. ആൻഡ് എന്താണ് മിനിമാക്സ് സ്ട്രാറ്റജി? മിനിമാക്സ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്ന ലോസിനെ എങ്ങനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഒരു ലോസിൽ നിന്ന് എത്രത്തോളം നമുക്ക് ലോസ് ഉണ്ടാവുന്നത് കുറയ്ക്കാം എന്ന് നോക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ത്? മിനിമാക്സ് സ്ട്രാറ്റജി. സോ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ഏതാണ് ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം തരുന്ന സ്ട്രാറ്റജി എന്നുള്ളതായിരുന്നു. സോ എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. മാക്സിമാക്സ് സ്ട്രാറ്റജിയാണ് എന്ത് ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം തരുന്ന സ്ട്രാറ്റജി. മാക്സിമാക്സ്, the strategy that selects the best possible outcome across all choices is maximax. It picks the maximum of the maximum payoff
reflecting an optimistic decision-making approach. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പേ ഓഫ് മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു മെട്രിക്സിനെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 2 പ്ലേയേഴ്സ് ഉണ്ട് ആൻഡ് അവരുടെ സ്ട്രാറ്റജീസും തന്നിട്ടുണ്ട്. പ്ലെയർ 1ന്റെ സ്ട്രാറ്റജീസ് ആണ് ടി, എം, ബി ആൻഡ് പ്ലെയർ 2ന്റെ സ്ട്രാറ്റജീസ് ആണ് എൽ, ആർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എബൌവ് പേ ഓഫ് മെട്രിക്സ്? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? പ്ലെയർ 1 ഹാസ് 2 സ്ട്രിക്ട്ലി ഡോമിനേറ്റഡ് സ്ട്രാറ്റജീസ്. എന്താണ് ഡോമിനേറ്റഡ് സ്ട്രാറ്റജി? ഡോമിനേറ്റഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ഡോമിനന്റ് സ്ട്രാറ്റജി എന്താണ്? അതായത് ബെറ്റർ സ്ട്രാറ്റജിയാണ്, നല്ല ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഡോമിനന്റ് സ്ട്രാറ്റജി. സോ ഇവിടെ പ്ലെയർ 1ന് 2 ഡോമിനേറ്റഡ് സ്ട്രാറ്റജീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പേ ഓഫ് മെട്രിക്സ് വെച്ച് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഏതാണ്? നമുക്ക് പ്ലെയർ 1ന് 3 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ടി, എം ആൻഡ് ബി. ഓക്കെ, ഇനി പ്ലെയർ 2 എൽ സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചു. പ്ലെയർ 1ന്റെ പേ ഓഫ്സ് എന്തൊക്കെയാണ്? 1, 2, 3. ഓക്കെ, ടി സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ 1, എം ചൂസ് ചെയ്യുമ്പോൾ 2, ബി ചൂസ് ചെയ്യുമ്പോൾ 3. സോ എന്താണ്? ടിനെക്കാട്ടിലും ബെറ്റർ ആണ് എം ആൻഡ് എമ്മിനെക്കാട്ടിലും ബെറ്റർ ആണ് ബി. സോ പ്ലെയർ 2 എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോൾ ബി ആണ് എന്ത്? പ്ലെയർ 1ന് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി 6 നോക്കുകയാണെങ്കിലോ, പ്ലെയർ 2 6 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലെയർ 1ന്റെ പേ ഓഫ്സ് എത്രയാണ്? 0, 1, 2 ആണ്. ഇവിടെ നോക്കിയേ, 0 ആണ് 1നെക്കാളും ചെറുത് ആൻഡ് 2നെക്കാളും ചെറുതാണ് 1. സോ ഇവിടെ എന്താണ്? ബി ആണ് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആർക്ക്? പ്ലെയർ 1ന്. സോ ഇവിടെ ബി ആണ് ഡോമിനന്റ് സ്ട്രാറ്റജി. സോ ബി ഡോമിനന്റ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ എന്താണ്? ടിയും എമ്മും ഡോമിനേറ്റഡ് സ്ട്രാറ്റജീസ് ആണ്. സോ പ്ലെയർ 1 ഹാസ് 2 സ്ട്രിക്ട്ലി ഡോമിനേറ്റഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നൺ ഓഫ് ദി സ്ട്രാറ്റജീസ് ഓഫ് പ്ലെയർ 2 ആർ വീക്ക്ലി ഡോമിനേറ്റഡ്. എന്താണ്? പ്ലെയർ 2ന്റെ ഒരു സ്ട്രാറ്റജി വീക്ക്ലി ഡോമിനേറ്റഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം, പ്ലെയർ 2ന്റെ കേസ് നോക്കാം. പ്ലെയർ 2ന് 2 സ്ട്രാറ്റജീസ് ആണുള്ളത്, എല്ലും ആറും. സോ പ്ലെയർ 1 ടി സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോൾ പ്ലെയർ 2ന്റെ പേ ഓഫ്സ് ആണ് 5ഉം 3ഉം. സോ ഇവിടെ ഹയർ പേ ഓഫ് കിട്ടുന്ന ഏതാണ്? എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴാണ്. ആൻഡ് പ്ലെയർ 1 എം ചൂസ് ചെയ്യുമ്പോഴോ 6ഉം 4ഉം ആണ് പ്ലെയർ 2ന്റെ പേ ഓഫ്സ് വരുന്നത്. ഇവിടെ എന്താണ്? എൽ ചൂസ് ചെയ്യുമ്പോഴാണ് പ്ലെയർ 2ന് ബെസ്റ്റ് പേ ഓഫ് കിട്ടുന്നത്. ആൻഡ് ഇനി പ്ലെയർ 1 ബി സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴോ എന്താണ്? 7ഉം 2ഉം ആണ് പേ ഓഫ്സ് വരുന്നത്. ഇവിടെ എന്താണ്? പ്ലെയർ 2ന് എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴാണ് എന്ത്? ബെസ്റ്റ് പേ ഓഫ് കിട്ടുന്നത്. സോ ഈ 3 കേസിലും എന്താണ്? പ്ലെയർ 2ന് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൽ ആണ്. 6 ചൂസ് ചെയ്യുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യാണ് പ്ലെയർ 2ന് ബെസ്റ്റ്. സോ എൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പ്ലെയർ 2ന്റെ ഡോമിനന്റ് സ്ട്രാറ്റജിയാണ്. സോ എൽ ഡോമിനന്റ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ആർ എന്താണ്? ഡോമിനേറ്റഡ് സ്ട്രാറ്റജിയാണ്. സോ നൺ ഓഫ് ദി സ്ട്രാറ്റജീസ് ഓഫ് പ്ലെയർ 2 ആർ വീക്ക്ലി ഡോമിനേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആർ എന്ന് പറയുന്നത് വീക്ക്ലി അല്ല, ശരിക്കും സ്ട്രോങ്ലി ഡോമിനേറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വീക്ക്ലി ഡോമിനേറ്റഡ്. ഇനി എന്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്? സ്ട്രാറ്റജി ടി വീക്ക്ലി ഡോമിനേറ്റ്സ് സ്ട്രാറ്റജി ബി. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? സ്ട്രാറ്റജി ടി സ്ട്രാറ്റജി ബിനെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്ലെയർ 1ന്റെ ഡോമിനന്റ് സ്ട്രാറ്റജിയാണ്. സോ ടി വീക്ക്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ബി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് എന്താണ്? ബി സ്ട്രിക്ട്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ടി എന്ന് പറയാം. ശരിക്കും എന്താണ്? ബി സ്ട്രാറ്റജി ടീനെ സ്ട്രിക്ട്ലി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബി ആണ് അവിടെ എന്ത്? ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ സ്ട്രാറ്റജി ടി വീക്ക്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ബി എന്ന് പറയുന്നത് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? സ്ട്രാറ്റജി എം ഓഫ് പ്ലെയർ 1 വിൽ
never be used in Nash equilibrium. So എന്താണ് M Nash equilibriumത്തിൽ യൂസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയേ, നമുക്കിവിടെ എന്താണ് പ്ലെയർ 1നും പ്ലെയർ 2നും ഡോമിനന്റ് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ. സോ രണ്ടിനും ഡോമിനന്റ് സ്ട്രാറ്റജീസ് ഉള്ളത് കൊണ്ട് രണ്ടുപേരും എന്താണ് രണ്ടുപേരുടെയും ഡോമിനന്റ് സ്ട്രാറ്റജി ആയിരിക്കും ചൂസ് ചെയ്യുക. അതിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബെസ്റ്റ് ഔട്ട്കം അല്ലെങ്കിൽ ഇത് കൂടുതൽ പേ ഓഫ് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. സോ രണ്ടുപേരും എന്തായിരിക്കും രണ്ടുപേരുടെ ഡോമിനന്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. അതേതാണ് ബിയും എല്ലും ആണ്. ഈ ഒരു കോളം വരുന്ന പേ ഓഫ് വരുന്ന സ്ട്രാറ്റജിയാണ് എന്ത് പ്ലെയർ 1ഉം പ്ലെയർ 2ഉം ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് എം എന്ന് പറയുന്നത് ഒരിക്കലും നാഷ് ഇക്വിലിബ്രിയത്തിൽ വരില്ല. സോ സ്ട്രാറ്റജി എം ഓഫ് പ്ലെയർ 1 വിൽ നെവർ ബി യൂസ്ഡ് ഇൻ നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇനി എന്താണ് സ്ട്രാറ്റജി എം സ്ട്രിക്ട്ലി ഡോമിനേറ്റ്സ് സ്ട്രാറ്റജി ടി. എന്താണ് എം സ്ട്രാറ്റജി ടീനെ സ്ട്രിക്ട്ലി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കിയേ ഇവിടെ എമ്മും ടിയുടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ടിയും എമ്മൂടെ കൺസിഡർ ചെയ്യുമ്പോൾ പ്ലെയർ 1ന് ബെസ്റ്റ് ഔട്ട്കം കിട്ടുന്ന എപ്പോഴും എം സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴാണ്. സോ വി ക്യാൻ സേ ദാറ്റ് സ്ട്രാറ്റജി എം സ്ട്രിക്ട്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ടി. അതും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഏതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദി പേ ഓഫ് മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ആൻഡ് ഡി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ആൻഡ് ഇയും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദി കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ദാറ്റ് ഈസ് എ, ഡി ആൻഡ് ഇ ഓൺലി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഗെയിം ഇൻ വിച്ച് ദ ഗെയിൻസ് ഓർ ലോസസ് ഓഫ് വൺ പ്ലെയർ or firm do not come at the expenses of or provide equal benefit to the other player or firm is known as zero sum game, non-zero sum game, mixed game and balanced game. എന്താണ് സീറോ സം ഗെയിം? സീറോ സം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഗെയിൻ മറ്റേ ആളുടെ ലോസ് വരുന്ന കേസ് ആണ്. എന്താണ് ഈ സിറ്റുവേഷൻ വേർ വൺ പ്ലേയേഴ്സ് ഗെയിൻ ഈസ് എക്സാക്ട്ലി ബാലൻസ്ഡ് ബൈ അനദർ പ്ലേയേഴ്സ് ലോസ്. സോ എന്താണ് നോൺ സീറോ സം ഗെയിം? നോൺ സീറോ സം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരാളുടെ ഗെയിൻ മറ്റൊരാളുടെ ലോസ് ആയിരിക്കില്ല. മേ ബി രണ്ടുപേർക്കും ഗെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേർക്ക് ലോസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരാൾക്ക് ഗെയിനും ഒരാൾക്ക് ലോസും ആവും. പക്ഷെ എന്താണ് ഒരാളുടെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റേയാളുടെ ലോസ് ആയിരിക്കില്ല. അങ്ങനെ വരുന്ന ഗെയിംസ് ആണ് നോൺ സീറോ സം ഗെയിം. ആൻഡ് മിക്സഡ് ഗെയിം എന്ന് പറയുന്നത് എന്താണ് എ ഗെയിം ദാറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റീറ്റീവ് എലമെന്റ്സ് ബിറ്റ്വീൻ പ്ലേയേഴ്സ്. എന്താണ് ഒരു കോർപ്പറേറ്റീവും കോമ്പറ്റീറ്റീവ് എലമെന്റ്സും ഒക്കെ കൂടി വരുന്ന ഗെയിംസിനെയാണ് നമ്മൾ മിക്സഡ് ഗെയിം എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എ ഗെയിം ഇൻ വിച്ച് ദ ഗെയിൻസ് ഓർ ലോസസ് ഓഫ് വൺ പ്ലെയർ ഓർ ഫേം ഡു നോട്ട് കം അറ്റ് ദി എക്സ്പെൻസസ് ഓഫ് ഓർ പ്രൊവൈഡ് ഈക്വൽ ബെനിഫിറ്റ് ടു ദി അതർ പ്ലെയർ ഓർ ഫേം ഈസ് നോൺ as. എന്താണ് ഒരാളുടെ ഗെയിൻ മറ്റൊരാളുടെ ലോസ് അല്ലാണ്ട് മേ ബി രണ്ടുപേർക്കും ഈക്വൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോൺ സീറോ സം ഗെയിം ആണ്. ആൻഡ് എ ഗെയിം ഇൻ വിച്ച് ദ ഗെയിൻസ് ഓർ ലോസസ് ഓഫ് വൺ പ്ലെയർ ഫേം കം അറ്റ് ദി എക്സ്പെൻസസ് ആയിരുന്നെങ്കിൽ എന്താണ് സീറോ സം ഗെയിം ആയിരുന്നു. ഇവിടെ എന്താണ് ഡു നോട്ട് കം അറ്റ് ദി എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഓർ പ്രൊവൈഡ് ഈക്വൽ ബെനിഫിറ്റ് ആണ്. എന്താണ് ഒന്നെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ പ്രോഫിറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. എന്താണ് ഇവിടെ ഒരാളുടെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ലോസ് അല്ല. അങ്ങനെ വരുന്ന ഗെയിംസിനെ നമ്മൾ പറയുന്നതാണ് നോൺ സീറോ സം ഗെയിം. സോ ദി കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ബി, നോൺ സീറോ സം ഗെയിം ആണ്. ഓക്കെ, സോ ഇതാണ് ഗെയിം തിയറിയിൽ ചോദിച്ചിട്ടുള്ള 1, 2, 3 PYQs ആണ് നമ്മൾ കണ്ടത്. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇനി നെക്സ്റ്റ് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടന്റ് വേണം വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.